ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് മഴക്കാലത്ത് നമ്മൾ വയറുകൾക്ക് പൊതുവെ കണ്ടുവരാറുള്ളൊരു കംപ്ലൈൻ്റാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നോ അതെങ്ങനെ പരിഹരിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്കിന്ന് നോക്കാം. നമ്മൾ ഈ പുതിയ വയറിങ്ങാണെങ്കിലും പഴയ വയറിങ്ങാണെങ്കിലുമൊക്കെ ഈ പ്ലഗിൻ്റെ രണ്ട് പോളിലും, അതായത് ഫേസിലും ന്യൂട്രലും ഒക്കെ കത്തുന്നുണ്ടാവും. LED ബൾബൊക്കെ ആണെങ്കിൽ ചെറുങ്ങനെ ഒന്ന് മിന്നി നിൽക്കുന്നുണ്ടാവും. പലരും കറണ്ട് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ലൈറ്റ് ഇല്ല എന്നപ്പം കറണ്ട് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഈ മീറ്ററിൽ പോയി നോക്കും. മീറ്ററിൽ നോക്കുമ്പോൾ ചെറിയ തോതിൽ മീറ്ററിൻ്റെ ഡിസ്പ്ലേ കത്തുന്നുണ്ടാവും. നമ്മൾ പ്ലഗിൽ ഒക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഫേസ് പോളും ന്യൂട്രലിൻ്റെ പോളും ശരി ടെസ്റ്റ് വെച്ച് നോക്കാൻ കത്തുന്നത് കാണും. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ശരിക്കും കറണ്ട് ഉണ്ടല്ലോ, നമുക്കെന്താ ഉപകരണങ്ങളൊന്നും വർക്ക് ചെയ്യാത്തതെന്ന്. ഇങ്ങനെ നമ്മളെ വയറിങ്ങിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം കാണുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ കാരണം നമുക്ക് ന്യൂട്രൽ നമ്മളെ സപ്ലൈയിൽ ഇല്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ എവിടെ നിന്ന് തൊട്ട് പരിശോധിക്കണം എന്ന് വെച്ചാൽ, നമ്മൾ മെയിൻ സ്വിച്ച് തുറന്ന് നോക്കുക. അതിൽ ന്യൂട്രൽ ഫ്യൂസ് കത്തിപ്പോയിട്ടുണ്ടോ നോക്കുക. ന്യൂട്രൽ ഫ്യൂസ് കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഫ്യൂസ് കിട്ടുക. അത് എന്നിട്ടും കറണ്ട് റെഡി ആവുന്നില്ല, നമ്മൾ ഉപകരണങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മീറ്ററിലോട്ട് നോക്കുക. അവിടെ നമുക്ക് ന്യൂട്രൽ കിട്ടുന്നുണ്ടോ നോക്കുക. മീറ്ററിൻ്റെ ഔട്ടിലും ഇന്നിലും ഔട്ടിലും ഒക്കെ ടെസ്റ്റ് വെച്ച് നോക്കിയിട്ട് രണ്ട് പോളും കത്തുകയാണെങ്കിൽ നമുക്കറിയാം അതിൽ ന്യൂട്രൽ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ലൈനിലൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ലൈനിലോട്ടൊക്കെ ഈ മഴയത്ത് റസ്റ്റ് പിടിച്ചിട്ടും പൂപ്പൽ വന്നിട്ടൊക്കെ ന്യൂട്രൽ കറക്റ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വരുന്നത്. നമ്മൾ മെയിൻ സ്വിച്ചിലെ ന്യൂട്രൽ ഫ്യൂസ് ഫ്യൂസ് ഉണ്ടായെങ്കിലും അത് കത്തിപ്പോയിട്ട് കെട്ടിയിട്ടാണെങ്കിലും എന്നിട്ടും കറണ്ട് ഒന്നും റെഡി ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലൈനിലെ സർവീസ് വയറൊക്കെ ഒന്ന് തട്ടിക്കൊടുത്ത് അതിൻ്റെ ന്യൂട്രലൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറണ്ട് കറക്റ്റായിട്ട് കിട്ടും. ഇത് ന്യൂട്രൽ കറക്റ്റ് കിട്ടാത്തത് കൊണ്ടാണ് രണ്ട് പോളും ഇങ്ങനെ ടെസ്റ്റ് വയ്ക്കുമ്പം കത്താനുള്ള കാരണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.